ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആര്യാസ് ഡയറീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിരിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാനും മറക്കരുതേ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ട്രാവൽ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ട്രിവാൻഡ്രത്താണ്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഒന്ന് കൊച്ചി വരെ പോവാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ടെമ്പോ ട്രാവലർ അർബാനിയുടെ ഡ്രൈവറാണ്. അർബാനിയ നമ്മുടെ സ്വന്തം വണ്ടിയല്ല, ഓണർ വേറെയാണ്. പക്ഷേ വണ്ടി ഓടിക്കുന്നത് ചേട്ടനാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചേട്ടന് പാക്കേജ് ഡ്രൈവറാണ് മെയിനായിട്ട്. പിന്നെ അല്ലാതുള്ള ഓട്ടം എല്ലാം ഉണ്ട്. അപ്പോഴത്തേക്കും ചേട്ടൻ ഇന്ന് നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ ഗസ്റ്റിനെ പിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ചേട്ടൻ വണ്ടി കാലിയായിട്ടാണ് കൊച്ചി വരെ പോകുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു കസിൻ സിസ്റ്റർ കൊച്ചിയിലുണ്ട്. അപ്പം ചേട്ടൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, അപ്പോൾ നിങ്ങളും കൂടെ വന്നു കഴിഞ്ഞാൽ സിസ്റ്ററിൻ്റെ വീട്ടിലാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും കൂടി ചേട്ടനോടൊപ്പം പോവാണ് കേട്ടോ. അതാണ് കേട്ടോ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളൊരു 5:30ക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 5:30ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ വണ്ടി എടുക്കുന്ന ഷെഡിൽ വന്നിട്ട് വണ്ടി എടുത്തിട്ട് കൊച്ചിയിലോട്ട് പോവാണേ. അത് അത്യാവശ്യം നേരമൊക്കെ വെളുത്തിട്ടുണ്ട്. നമ്മൾ കുഞ്ഞ് വണ്ടിയിൽ നിന്ന് ഡാൻസൊക്കെ കളിച്ച് നിൽക്കുകയാണ് കേട്ടോ. തുമ്പി ഒന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട്. തുമ്പിയും കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണേ. നമ്മൾ വണ്ടിയിൽ കയറിയ സമയത്ത് നല്ല നേരം വെളുത്തില്ലായിരുന്നു. അപ്പോഴും തുമ്പിയും നല്ല ഉറക്കമായിരുന്നു. ഇപ്പോൾ നേരമൊക്കെ വെളുത്ത് തുടങ്ങിയപ്പോഴത്തേക്കും തുമ്പിയും ഉണർന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണേ. അങ്ങനെ ഞങ്ങളിതാ ട്രിവാൻഡ്രം ടു കൊച്ചിയിലേക്ക് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 1.5-2 വർഷമായിട്ടോ നമ്മുടെ ഈ കസിൻസിൻ്റെ വീട്ടിൽ വന്നിട്ട്. ഞാൻ പിന്നെ പ്രഗ്നൻ്റൊക്കെ ആയി ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ചേട്ടൻ ഒറ്റയ്ക്കല്ലേ വണ്ടിയിൽ പോകുന്നത്, അപ്പോൾ പിന്നെ ഞങ്ങളും കൂടെ പോകാമെന്ന് വെച്ചിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 4 പേരും ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ പാട്ടൊക്കെ കേട്ട് പാട്ടൊക്കെ പാടി കുഞ്ഞിടെ ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ പോവാണേ. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു റോഡിൽ. അത്യാവശ്യം ചെറിയ തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകാനായിട്ട് പറ്റി. അങ്ങനെ നമ്മളിത് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ചേട്ടൻ പറയുന്നുണ്ട്, ആ കാണുന്നതാണ് ജടായു പാറ എന്ന്. നമ്മുടെ ജടായു പാറയാണേ അത്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണേ. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതുപോലെയുള്ള കുറച്ച് കാഴ്ചകൾ ചേട്ടൻ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കൊച്ചിയിലോട്ടുള്ള യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നേരം വെളുത്തേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വീട്ടിൽ നിന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. കുഞ്ഞിയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. കുഞ്ഞ് ഡാൻസൊക്കെ കളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് വണ്ടിയിൽ നിന്ന് വീഴും ബ്രേക്ക് പിടിക്കുമ്പോൾ. എന്നാലും കുഞ്ഞ് കേൾക്കാതെ ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണേ. ഇന്ന് കൊച്ചിയിലോട്ട് പോകുന്നത് ജാനുവരി 4-ാം തീയതിയാണ്. ഞാൻ വീഡിയോ ഇടാൻ അല്പം വൈകിപ്പോയതാണ് കേട്ടോ. എഡിറ്റൊക്കെ ചെയ്തിട്ടപ്പോഴത്തേക്ക് ഇത്തിരി താമസിച്ചു പോയി. 4-ാം തീയതിയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. 4-ാം തീയതി പോയിട്ട് 10-ാം തീയതി തിരിച്ചു വരാൻ കണക്കാക്കിയാണ് പോകുന്നത്. ഇപ്പോൾ ചേട്ടൻ എന്നെയും മക്കളെയും കൊണ്ട് ചേച്ചിയുടെ അവിടെ ആക്കിയിട്ട് ചേട്ടൻ വണ്ടി ഓടാൻ പോവും. എന്നിട്ട് ചേട്ടന് വരാൻ പറ്റുമ്പം ഞങ്ങളെ വിളിക്കാൻ വരാമെന്നാണ് പറഞ്ഞത്. ഓട്ടം കഴിയണേണ്ടത് ഞങ്ങളെ വിളിക്കാൻ വരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അപ്പോൾ കുഞ്ഞിക്ക് ഉറക്കമൊക്കെ വരണമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ബെൽറ്റൊക്കെ ഇട്ടിട്ട് അവളെ സെറ്റാക്കി കിടത്തുന്നുണ്ടേ. അപ്പോൾ ചേട്ടനാണെങ്കിൽ അന്നത്തെ പിക്കപ്പ് എടുത്തിട്ട് ചേട്ടൻ വൈറ്റിലായിരുന്നു, നമ്മുടെ എറണാകുളത്ത് വൈറ്റിലായിരുന്നു ഡ്രോപ്പ്. അതുകൊണ്ട് അന്ന് രാത്രി തന്നെ ചേട്ടൻ തിരിച്ച് നമ്മളെ സിസ്റ്ററിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പിറ്റേന്നാണേ പോയത്. അതിനുശേഷം ജാനുവരി 6-ാം തീയതി ചേട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ. കാരണം ചേട്ടന് ആലപ്പുഴ വണ്ടി അവർ ഡ്രോപ്പ് ചെയ്തിട്ട് ചേട്ടൻ വീട്ടിൽ വന്നിട്ടാണേ പോയത് വീണ്ടും. അപ്പോഴത്തേക്കും കുഞ്ഞിക്ക് ഇരുന്ന് ഉറങ്ങിയിട്ട് ശരിയാവുന്നത് കൊണ്ട് പിന്നെ ചേട്ടൻ ഷീറ്റും ചേട്ടൻ വണ്ടിയിൽ കിടക്കുന്ന തലങ്ങണയൊക്കെ വെച്ചിട്ട് കുഞ്ഞ് വണ്ടിയിൽ കിടത്തി. അങ്ങനെ നമ്മൾ പോയപ്പോഴത്തേക്കാണ് ചേട്ടൻ പറയുന്നത് നമ്മളെ പന്തളം അമ്പലമാണേ, നമ്മൾ അയ്യപ്പൻ ജനിച്ച സ്ഥലമാണേ ഇത്. അങ്ങനെ അതും ചേട്ടൻ കാണിച്ചിരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു. അതൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് പോവുകയാണ്. അപ്പോഴാണ് ചേട്ടൻ എനിക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മളെ പമ്പയാറാണ് കേട്ടോ. പമ്പയാറ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു നേരിട്ട്. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ പമ്പയാർ ഇങ്ങനെ കാണുന്നത്. ഇത് കണ്ടപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. നമ്മൾ അയ്യപ്പൻ്റെ ജന്മസ്ഥലം കണ്ടപ്പോൾ അതൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇതടുത്ത് മണിമലയാറാണേ. പമ്പയാർ കഴിഞ്ഞ് അടുത്ത് മണിമലയാറാണേ. ഇതും ചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്കറിയില്ലായിരുന്നു.
അപ്പോൾ വഴിയിൽ ഓരോരോ കാഴ്ചകളൊക്കെ ചേട്ടൻ ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തുമ്പി വീണ്ടും ഒരു ഉറക്കമൊക്കെ എണീറ്റ് അച്ഛനോട് കളിക്കുകയാണ്. കുഞ്ഞിയും ഇതാ ഉറങ്ങി എണീറ്റിട്ടുണ്ടേ. കാരണം നമുക്ക് ചെറിയ വിശപ്പൊക്കെ അടിച്ചു തുടങ്ങി. അങ്ങനെ നമ്മൾ കോട്ടയത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കോട്ടയം എത്തിയേ. അങ്ങനെ നമ്മൾ കൊച്ചിയിലോട്ട് എത്താനുള്ള തത്രപ്പാടിൽ മുന്നോട്ട് പോകാൻ കേട്ടോ. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല സൂര്യനൊക്കെ ഉദിച്ചു തുടങ്ങി. അത്യാവശ്യം വെയിലൊക്കെ വന്നു തുടങ്ങി. റോഡിലും നല്ല തിരക്കൊക്കെ തുടങ്ങി കേട്ടോ. ഇതും ഏതോ ഒരു സ്ഥലം ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ ഞങ്ങളിതാ കോട്ടയത്ത് കഴിക്കാൻ ഇറങ്ങി. നമ്മുടെ കോട്ടയത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിലാണ് കേട്ടോ ഇറങ്ങിയത് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമ്മൾ പൂരി മസാലയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പൂരി മസാലയും ഓരോ വടയും പിന്നെ കോഫിയുമാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ ഇരുന്ന് ഒരു 5 മിനിറ്റ് ഇരുന്നപ്പോഴത്തേക്കും തന്നെ നമ്മൾ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് മുന്നിൽ കൊണ്ട് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ, അത് തീർന്ന വഴി അറിഞ്ഞില്ല, കാരണം അത്രയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും തുമ്പിയും കൂടെ ഇതാ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണേ. കുഞ്ഞ് കഴിച്ച് എണീറ്റില്ലായിരുന്നു, അപ്പോൾ കുഞ്ഞിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങളിത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടിരിക്കുകയായിരുന്നേ. കോട്ടയം എത്തി. അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമുക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞി ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ട് ഒരു പോസ്റ്റൊക്കെ നിൽക്കുന്നുണ്ടേ. അങ്ങനെ ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോട്ടലിൻ്റെ ബാക്കിൽ വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട്. ഇതാണേ നമ്മുടെ അർബാനിയ. നല്ലൊരു ഫീലായിരുന്നു കേട്ടോ നമുക്ക് ആ വണ്ടിയിൽ വന്നപ്പോൾ. ഇതുവരെ ഞാൻ കയറിയിട്ടില്ലായിരുന്നു, ഫസ്റ്റ് ടൈമാണേ. അപ്പോഴത്തേക്കും നമ്മൾ 6 മണിക്കൂർ കണ്ടിന്യൂസ് ഈ വണ്ടിയിലിരുന്നിട്ടാണ് ട്രിവാൻഡ്രം ടു എറണാകുളം വന്നത്. എന്നിട്ട് പക്ഷെ ഒരു മടുപ്പോ ഒന്നും അതായത് ഒരു ക്ഷീണമോ ഒന്നും തോന്നിയില്ല. ഭയങ്കര കംഫർട്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ലോങ് എന്തെങ്കിലുമൊക്കെ ടൂറ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ചൂസ് ചെയ്ത് നന്നായിരിക്കും. ഇത് നമ്മുടെ ഏറ്റുമാനൂർ അമ്പലമാണ് കേട്ടോ. അത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്ന. ചേട്ടൻ ഇങ്ങനെ കാണിച്ചു തന്നതാണേ. കുഞ്ഞ് വീണ്ടും ഉറക്കമൊക്കെ വന്നിട്ട് വീണ്ടും ഇങ്ങനെ ഇരുന്ന് ജസ്റ്റ് ഉറങ്ങുകയാണേ. കാരണം 2 പേരും രാവിലെ എണീറ്റതാണേ. അപ്പോൾ അവർക്ക് ഉറക്കം അങ്ങോട്ട് വണ്ടിയിലിരുന്നുള്ള ഉറക്കമില്ല, അപ്പോൾ അത് ശരിയാവാത്ത കാരണം 2 പേരും നല്ല ഉറക്കമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ കുറച്ച് ഡയറി മിൽക്കൊക്കെ വാങ്ങി. അപ്പോഴത്തേക്കും കുഞ്ഞിയുടെ ഉറക്കമൊക്കെ പോയി കേട്ടോ. അങ്ങനെ ഡയറി മിൽക്കൊക്കെ വാങ്ങി നമ്മൾ എറണാകുളം എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ചേച്ചിയുടെ വീടെത്തിയേ. ഇതാണ് കേട്ടോ ചേച്ചിയുടെ മോൻ സത്യനാഥ്. അവനെ നമ്മൾ സച്ചു എന്നാണ് വിളിക്കുന്നത്. അപ്പം ചേച്ചിയുടെ വീട്ടിൻ്റെ നടയിൽ നമ്മുടെ ഈ വലിയ വണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റോഡിൽ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ വെയിലും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് നടന്ന് വീട്ടിൽ കയറുകയാണേ. ഇപ്പോൾ ചേട്ടനും ചേച്ചി ലഗേജ് ഒരു ബാക്കിൽ വരുന്നുണ്ട്. ചേച്ചിയുടെ മോള് ഇവിടെ ഇല്ല, അവൾ സ്കൂളിൽ പോയിരിക്കുകയാണ്. അവളിനിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൾ വരും. അങ്ങനെ നമ്മളിതാ വീട്ടിൽ ചേച്ചി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അവർ ലഗേജായിട്ട് പുറകെ വരിക. അങ്ങനെ അവരിതാ വരുന്നുണ്ടേ. ചേട്ടനും ചേച്ചിയും കൂടി ലഗേജൊക്കെ ആയിട്ട് വരുന്നുണ്ടേ. ഇതാണ് നമ്മുടെ കുഞ്ഞൊരു ചിത്ര ആൻറ്റി. അവൾ ചിത്ര ആൻറ്റി എന്നാണ് കേട്ടോ വിളിക്കാറ്. ഇതാണ് നമ്മുടെ ചേച്ചിയുടെ മോള് ദേവപ്രഭ. നമ്മൾ തങ്കു എന്നാണ് അവളെ വിളിക്കുന്നത്. അങ്ങനെ അവൾ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ തുമ്പിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ ഇനിയിപ്പം നമ്മളിവിടെ ആക്കിയിട്ട് ചേട്ടൻ ഇനിയിപ്പം ഓട്ടം ഗസ്റ്റിനെ എടുക്കാൻ വേണ്ടിയിട്ട് പോകും. എന്നിട്ട് ചേട്ടൻ ഇന്ന് രാത്രി വരും. എന്നിട്ട് നാളെ രാവിലെ വീണ്ടും പോവും. അത് കഴിഞ്ഞ് ഇനി ജനുവരി 6-ാം തീയതി ചേട്ടൻ ആലപ്പുഴ ഗസ്റ്റിനെ ഡ്രോപ്പ് ചെയ്തിട്ട് വീണ്ടും വരും കേട്ടോ. എന്നിട്ട് 10-ാം തീയതി തിരിച്ച് നമ്മൾ വീട്ടിൽ പോകും. അപ്പോൾ പോകുന്ന ഒരു വ്ളോഗ് ഞാൻ ഇടുന്നതായിരിക്കും. 10-ാം തീയതി പോകുന്നത് നമ്മൾ ട്രെയിനിലായിരിക്കും. അത് ട്രെയിന് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ബസ്സിലായിരിക്കും പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.